എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സന്യസ്തർ വളരെയധികം അവരുടെ ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കുന്നത് അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കുന്നത്. ഇപ്പോൾ വില്യം എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു സൈക്കോളജിസ്റ്റ് നടത്തിയ ആ ഒരു സ്റ്റഡിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യങ്ങളാണ് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സൈക്കോളജിസ്റ്റിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം നടത്തിയ സ്റ്റഡിയിൽ, അതായത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള സന്യസ്തർ, അതായത് വൈദികരും അതുപോലെ തന്നെ വൈദികർ കന്യാസ്ത്രീകളും അവരുടെ ഇടയിൽ നടത്തിയ ഒരു പഠനങ്ങളുടെ വെളിച്ചത്തിലുള്ള ചില നിഗമനങ്ങളാണ്. അങ്ങനെയാണ് അവർ അവരുടെ ലൈഫിൽ ഹാപ്പി ആയിരിക്കുന്നത്. പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കും. അവർക്ക് വളരെ ഒരു എന്താ പറയുക, ഒരു പ്രസരിപ്പും ഒരു എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് അവരുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടാകാനായിട്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമതായിട്ട് തന്നെ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ലൈഫ് അല്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്ന ആളുകളാണ്. പലപ്പോഴും നമ്മുടെ ഫാമിലി ലൈഫായിട്ടും പ്രൊഫഷണൽ ലൈഫായിട്ടും അല്ലെങ്കിൽ മറ്റ് ലൈഫായിട്ടും ഒക്കെ വളരെയധികം നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്നു. അതുകൊണ്ട് അറ്റാച്ച്മെൻറ്റുകൾ വഴി നമുക്ക് വളരെയധികം കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ടാവുകയും അതെല്ലാം നിവർത്തിക്കേണ്ടതായിട്ട് നമ്മുടെ ബാധ്യതയും കടമയുമായിട്ട് നമുക്ക് തോന്നുകയും അത് നമ്മളെ ചില സമയങ്ങളിലെങ്കിലും വല്ലാതെ അലട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കന്യാസ്ത്രീയുടെയോ ഒരു വൈദികൻ്റെയോ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് അറ്റാച്ച്മെൻറ്റുകൾ അധികം കാണുവാനായിട്ട് സാധിക്കില്ല. അവർ പലപ്പോഴും അവരുടെ ലൈഫിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ജീവിക്കുന്നത്, ഈ അറ്റാച്ച്മെൻറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ. അങ്ങനെ പ്രത്യേകിച്ച് ആരോടും വലിയ കമ്മിറ്റ്മെൻറ്റുകളോ ബാധ്യതകളോ ഇല്ലാതെ വളരെയധികം പ്രസന്നമതരായിട്ട് അവർ ജീവിക്കുന്നു. അവരുടെ മനസ്സിൽ ഭാരങ്ങൾ അവർക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ നിലനിൽക്കുന്നത് ഒരു സ്പിരിച്വൽ കോസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഒരു ആത്മീയമായിട്ടുള്ള ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ് അവർ നിലനിൽക്കുന്നത്. അവരുടെ ലൈഫിൽ അവരെപ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ഒരു സൂപ്പർ നാച്ചുറൽ പവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വഴി ആ സൂപ്പർ നാച്ചുറൽ പവറിലേക്ക് എല്ലാം സമർപ്പിച്ച് അവരുടെ എല്ലാ തരത്തിലുള്ള ഫീലിങ്ങുകൾ, അത് എന്തെങ്കിലും ഫീലിങ്ങുകളായിരിക്കാം, ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഫീലിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് ആയിരിക്കാം. പോസിറ്റീവ് സ്നേഹം, അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയുക, അല്ലെങ്കിൽ സന്തോഷം, അങ്ങനെയുള്ള പോസിറ്റീവ് ഫീലിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ്, ഹേറ്റ്രഡ്, ജലസി. അപ്പോൾ ഈ എല്ലാ ഫീലിങ്സിനെയും അവർ ഒരു സ്പിരിച്വൽ കോഴ്സിലേക്ക്, ദൈവത്തിലേക്ക് സമർപ്പിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. അപ്പോൾ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നത് വഴിയായിട്ട് അതുവഴി അവർക്കൊരു ആനന്ദം അല്ലെങ്കിൽ ഒരു ബ്ലിസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാരണമായി അദ്ദേഹം പറയുന്നത്. മൂന്നാമത്തെ ഒരു കാരണം എന്ന് അദ്ദേഹം പറയുന്നത് മണി. അവർ മണിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പൈസയ്ക്ക് വേണ്ടി അവർ ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പൈസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുകയും പലപ്പോഴും അത് കിട്ടാതാവുമ്പോൾ ടെൻഷൻ ആവുകയും സ്ട്രെസ് ആവുകയും ആൻസൈറ്റി ആവുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ അവർക്ക് അതിന് വേണ്ടി ട്രൈ ചെയ്യേണ്ടതായിട്ട് വരികയില്ല. അവർ അതിനെ ഭയങ്കര ഒരു ഹൈ ഇമ്പോർട്ടൻസ് ലൈഫിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുവഴി അവർക്ക് വേറൊരു പീസ് ഓഫ് മൈൻഡ് ലഭിക്കുന്നു എന്നുള്ളതാണ്. സുഖനിദ്രയും അതോടൊപ്പം തന്നെ എന്താ പറയുക, സ്വന്തം കാര്യങ്ങളിൽ കോൺസെൻട്രേഷനും ഒക്കെ ലഭിക്കുന്നു എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മണിയിൽ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അടുത്ത ഒരു മൂന്നാമത്തെ ഒരു കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്. അവരുടെ ആനന്ദത്തിൻ്റെ മൂന്നാമത്തെ ഒരു കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് മണിയിൽ അവർ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് നാലാമതായിട്ട് കാണുന്ന വേറൊരു കാരണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു റെഗുലാരിറ്റി ഉള്ളവരാണെന്നുള്ളതാണ്. അതായത് ഒരു ടൈം ടേബിൾ എപ്പോഴും ഫോളോ ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. അതായത് അവർ പഠിക്കാനും പ്രാർത്ഥിക്കാനും ജോലി ചെയ്യാനും ഒക്കെ ഒരു സമയം അവരുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തി അതനുസരിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് അവർക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ടും കൂടുതൽ ആനന്ദകരമായിട്ടും ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് വേറൊരു കാരണമായിട്ട് പറയുന്നു. പിന്നെ അഞ്ചാമതായിട്ട് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് മെയിനായിട്ട് അവരുടെ ജീവിതത്തിൽ എപ്പോഴും സെൽഫ് റിഫ്ലക്ഷൻ നടത്തുന്നു എന്നുള്ളതാണ്. ഈ സെൽഫ് റിഫ്ലക്ഷൻ മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഈവൻ ദിനം പ്രതിയോ അവരുടെ ലൈഫിൽ നടത്തുന്നത് വഴി കൂടുതൽ ആനന്ദം, തന്നെ മനസ്സിലാക്കുന്നത് വഴി കൂടുതൽ ആനന്ദം അനുഭവിക്കുകയും സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് വൈദികരെയും കന്യാസ്ത്രീകളെയും കൂടുതൽ സന്തോഷത്തിൽ എത്തിക്കുന്നു എന്നുള്ളത് വില്യം എന്ന സൈക്കോളജിസ്റ്റിന്റെ സ്റ്റഡീസിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അദ്ദേഹം നടത്തിയ സ്റ്റഡീസിൽ
സംഭവിച്ചില്ലെന്ന്. അപ്പൊ ഒന്നാമത്തെ കാരണമായിട്ട് അദ്ദേഹം പറയുന്ന അവർ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ജീവിതം നയിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അവരൊരു സ്പിരിച്വൽ കോസിന് വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ദൈവം എന്ന സ്പിരിച്വൽ കോസിന് വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവർ മണിക്ക് വേണ്ടി കൂടുതലായിട്ട് ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരു റെഗുലാരിറ്റി ഉള്ള ഒരു ജീവിതം അവർ നയിക്കുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് അവരൊരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തുന്നു. അതുവഴി അവരുടെ ലൈഫിൽ കൂടുതൽ ഹു ആം ഐ എന്ന ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുകയും കൂടുതൽ സാറ്റിസ്ഫാക്ഷനോട് കൂടി ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യത്തിലുള്ള കാരണങ്ങൾ അവരെ ആനന്ദത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയും മറ്റുള്ളവരെ ആനന്ദത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കാര്യമായി മാറുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.